എല്ലാവർക്കും നമസ്കാരം. മധുരമുള്ള ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെറുകഥാ സാഹിത്യം ഒന്നാം ഭാഗത്തിലെ ആദ്യകാല ചെറുകഥകളെ കുറിച്ചൊക്കെ നോക്കിയല്ലേ. ആദ്യകാല ചെറുകഥാ കൃതികളെ പരിചയപ്പെട്ടു, അവരുടെ കൃതികൾ നോക്കി, ആദ്യകാല ചെറുകഥകളുടെ പൊതുവായ സവിശേഷതകളൊക്കെ പറഞ്ഞു. പിന്നീട് VT ഭട്ടതിരിപ്പാട്, MRB ഇവരിൽ റിയലിസത്തിൻ്റെ അംശം കാണുന്നു എന്നും പറഞ്ഞു നിർത്തി. ഇനി രണ്ടാം ഭാഗമാണ് നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം. ഏതാണ്ട് 1930 തൊട്ട് ഇങ്ങോട്ടുള്ള കാൽ ശതാബ്ദ കാലം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഐതിഹ്യങ്ങൾ, തമാശകൾ, കെട്ടുകഥകൾ, സ്ത്രീകളുടെ പാതിവൃത്യത്തെക്കുറിച്ചിട്ടുള്ള ഉപദേശങ്ങൾ, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് കഥ പറയുന്ന രീതി മാറി വിബോധനത്തെ ലക്ഷ്യമാക്കുന്ന ജീവിത യാഥാർത്ഥ്യ സ്പർശിയായ സ്വദേശ കഥാരചനയുടെ കാലം വന്നു. അതാണ് നവോത്ഥാന കാലം. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ സംബന്ധിക്കുന്ന സത്യങ്ങളെ ധീരതയോടെ തുറന്നു കാണിക്കുവാനും വിമർശിക്കുവാനും വെല്ലുവിളിക്കുവാൻ പോലും എഴുത്തുകാർക്ക് മടിയില്ലാതായി. ചെറുകഥ അതിവേഗം വളർന്നു. ഈ വളർച്ചയുടെ പിന്നിൽ അക്കാലത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ പല ഘടകങ്ങൾക്കും വലിയ പങ്കുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരമാണ്. 1920 തൊട്ട് 1948 വരെയുള്ള കാലങ്ങളിലാണ് ദേശീയ പ്രസ്ഥാനം ഭാരതത്തിൽ പരക്കെ പ്രചരിച്ചതും സ്വാതന്ത്ര്യ സമരം ഊർജ്ജസ്വലമായതും പരിണമിച്ചതും. ദേശീയ പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ തരംഗമായി രാജ്യമൊട്ടുക്ക് ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു സമയം. ഗാന്ധിജി എഴുത്തുകാരോടൊക്കെ ആഹ്വാനം ചെയ്തു, ജീവിത കലയാണ് വലുത്, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വേണം എഴുതാൻ. രാജ്യത്ത് ഭൂരിഭാഗം പേരും ഗ്രാമനിവാസികളാണ്, അവരെ എഴുത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരണം. എഴുത്തുകാരൻ എപ്പോഴും ജനങ്ങളോടുള്ള കടമ ഓർക്കണം. അവർക്ക് എത്രത്തോളം ഗുണകരമാകുന്നുവോ അത്രത്തോളം മാത്രമേ അയാളുടെ കലയ്ക്ക് അംഗീകാരം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഗാന്ധിജി പ്രഖ്യാപിച്ചു. അതൊക്കെ എഴുത്തുകാരെ വല്ലാതെ സ്വാധീനിച്ചു. ഇതിൻ്റെ ഫലമായി അവർ സാധാരണക്കാരായ ഗ്രാമീണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. സരളമായ ഭാഷയിൽ എഴുതുവാനും തുടങ്ങി. ഇനി രണ്ടാമത്തെ കാര്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരം, അതുപോലെ തന്നെ പത്രമാസികകളുടെ കടന്നുവരവ്. അതിലൂടെ എന്ത് സംഭവിച്ചു? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരിലും എത്തിത്തുടങ്ങി. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വിജയത്തെ തുടർന്ന് മാർക്സിസ്റ്റ് ആശയങ്ങൾക്കും കമ്മ്യൂണിസത്തിനും കൂടുതൽ പ്രചാരം സിദ്ധിക്കാൻ തുടങ്ങി. ഇതിന് എന്ത് സഹായിച്ചു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സഹായിച്ചു. പത്രമാസികകളുടെ കടന്നുവരവ് ആശയപ്രചാരണത്തിന് വളരെ ഉപകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ 1917 നടന്ന ഒക്ടോബർ വിപ്ലവം, 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽ യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി ഇംഗ്ലണ്ടിൽ തുടങ്ങിയ വ്യാവസായിക വിപ്ലവം, ലെനിൻ, റൂസോ, ഫ്രോയിഡ് ഇവരുടെ ആശയങ്ങൾ, ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ സാഹിത്യ പ്രസ്ഥാനങ്ങളെയും സ്വാധീനിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വ്യക്തമായില്ലേ? ആദ്യകാല കഥകളിൽ നിന്നും നവോത്ഥാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഉണ്ടായ ആ മാറ്റവും അത് എഴുത്തുകാരെ എങ്ങനെ സ്വാധീനിച്ചു എന്നൊക്കെയാണ് ഇത്രയും നേരം പറഞ്ഞു വെച്ചത്. എഴുത്തുകാരെ ഇത്രമാത്രം സ്വാധീനിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിയണ്ടേ, മനസ്സിലാകണ്ടേ? എല്ലാ എഴുത്തുകാർക്കും ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. തൻ്റെ പത്രങ്ങളിലൂടെ വൈദേശികമായ എല്ലാ കാര്യങ്ങളും വിവർത്തനം ചെയ്ത് മലയാളക്കരയിൽ ഒരു നവലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഒരു നിരൂപകനുണ്ട്. അതാരാണെന്നറിയോ? കേസരി A. ബാലകൃഷ്ണപിള്ള. അദ്ദേഹം സമദർശിനി, പ്രബോധകൻ, കേസരി എന്നീ പത്രമാസികകളിലൂടെ ഫ്രഞ്ചിലെ മോപ്പാസാങ്ങിൻ്റെ കഥകളും ബാൽസാക്കിൻ്റെയും പ്രോസ്പർ മെറിമേയുടെയും ഓരോ നോവലുകളും, റഷ്യൻ സാഹിത്യത്തിൽ നിന്ന് ചെക്കോവിൻ്റെ കഥകളും, ഇറ്റലിയിൽ നിന്ന് ലൂയി പിറാൻഡലോവിൻ്റെ ഒരു നീണ്ട കഥയും, ഇബ്സൻ്റെ പ്രേതങ്ങൾ എന്ന നാടകമൊക്കെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതോടുകൂടി മലയാളക്കരയിലെ എല്ലാവർക്കും ഏതുമായി ബന്ധം വന്നു? പാശ്ചാത്യ സാഹിത്യവുമായി നല്ലൊരു ബന്ധം വന്നു. തകഴിയെ എന്താണ് വിളിച്ചിരുന്നത്? കേരള മോപ്പാസാങ് എന്നല്ലേ വിളിച്ചിരുന്നത്? അപ്പോൾ മോപ്പാസാങ്ങിൻ്റെയും ചെക്കോവിൻ്റെയും കഥകൾ വിവർത്തനം ചെയ്ത് പരിചയപ്പെടുത്തി അവയിലെ സാങ്കേതിക രീതികളുടെ വൈശിഷ്ട്യം വ്യാഖ്യാനിച്ചു കൊടുത്തും തകഴിയെയും ദേവിനെയും പോലുള്ള പ്രശസ്ത കഥാകാരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ ആര് ആദരണീയമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്? കേസരി A. ബാലകൃഷ്ണപിള്ള. പുരോഗമന സാഹിത്യത്തിൻ്റെ ആവിർഭാവവും കല ന്യൂനപക്ഷത്തിൻ്റെ ആസ്വാദന വിഭവമാകരുത്, കല ബഹുജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ള ആദർശമൊക്കെ കലയ്ക്ക് വേണ്ടിയല്ല, ജീവിതത്തിന് വേണ്ടിയാണ്, സാഹിത്യ സൃഷ്ടി സാഹിത്യ പുരോഗതിയെ ലക്ഷ്യമാക്കുന്നു എന്നുള്ള വാദങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കടന്നു വന്നു. ഇതൊക്കെയാണ് ആദ്യകാല ചെറുകഥകളിൽ നിന്നും നവോത്ഥാന ചെറുകഥകളെ അടിമുടി മാറ്റിയത്. ഇനി നമുക്ക് ചെറുകഥയുടെ രണ്ടാം ഘട്ടത്തിൽ, നവോത്ഥാന ഘട്ടത്തിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം.
കാരൂർ നീലകണ്ഠപിള്ള, പി കേശവദേവ്, ലളിതാംബിക അന്തർജനം, ബഷീർ, പൊൻകുന്നം വർക്കി, തകഴി, SK, PC കുട്ടിക്കൃഷ്ണൻ, പുളിമാന പരമേശ്വരൻ, നാഗവള്ളി RS കുറുപ്പ്, മുട്ടത്ത് വർക്കി, വെട്ടൂർ രാമൻ നായർ, K സരസ്വതിയമ്മ, KC വടുതല, NP ചെല്ലപ്പൻ നായർ, EM കോവൂർ, MN ഗോവിന്ദൻ നായർ, ചെറുകാട്, M ഗോവിന്ദൻ തുടങ്ങിയവരൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. ഈ കഥാകൃത്തുക്കളെയും അവരുടെ കഥകളെയും അടുത്ത ക്ലാസ്സിൽ വിശദമായി പരിചയപ്പെടാം. നന്ദി.